X25. നിങ്ങൾ പലർക്കും ഈ ഒരു പേര് പരിചിതമായിരിക്കണമെന്നില്ല. ഹ്യുണ്ടായി ക്രെറ്റ ചൈനയിൽ അറിയപ്പെടുന്നത് അങ്ങനെയാണ്, iX25. ഗ്രീസിലെ ക്രെയ്റ്റലിൻ്റെ പേരിനോട് സാദൃശ്യമുള്ള ക്രെറ്റ എന്ന പേരുമായി 2015 ക്രെറ്റ ഇന്ത്യൻ മാർക്കറ്റിലെത്തുന്നത്. ക്രെറ്റ എന്നാൽ ക്രിയേറ്റീവ് എന്നാണ് അർത്ഥം. അന്ന് മുതൽ 2015 മുതൽ 2019 വരെ ഏകദേശം 4 വർഷക്കാലം തൻ്റേതായ ഒരു സെഗ്മെൻറ്റും കസ്റ്റമർ ബേസുമായി ഒരു രാജാവായി തന്നെ ക്രെറ്റ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ 2019 ഹ്യുണ്ടായുടെ തന്നെ സിസ്റ്റർ കമ്പനിയായ കിയ മോട്ടോഴ്സ് ഫീച്ചറുകളുടെ അതിപ്രസരവുമായി സെൽറ്റോസ് എന്നൊരു മോഡലിനെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നു. അതോടുകൂടി ക്രെറ്റയുടെ കാലം കഴിഞ്ഞുവെന്ന് എല്ലാവരും വിധി എഴുതി. എന്നാൽ കൂടുതൽ പുതുമകളോടെ അടിമുടി മാറിയ ലുക്കുമായി ഫീച്ചേഴ്സുമായി ക്രെറ്റ 2020 സെക്കൻഡ് ജനറേഷൻ ഇന്ത്യയിലേക്ക് വരുന്നു. 2020 ബെസ്റ്റ് സെല്ലിംഗ് SUV ആയിരുന്നു ക്രെറ്റ. വെൽക്കം ടു എയർ പ്രോ മാക്സ്. നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹ്യുണ്ടായി ക്രെറ്റ ഈ വേരിയൻറ്റിൻ്റെ ഡീസൽ വേരിയൻറ്റിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ്. ഈ വീഡിയോയെ പല സെക്ഷൻസായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതായത് എന്തുകൊണ്ട് ക്രെറ്റയുടെ ഒരു ബേസ് മോഡൽ തിരഞ്ഞെടുത്തു, ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രോസ് ആൻഡ് കോൺസ് അതിനുണ്ട്, കോൺസ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ അക്സസറീസ് ചെയ്യാൻ വേണ്ടി പറ്റും, ശരിക്കും ഒരു ബേസ് മോഡലിനെ നമുക്ക് ടോപ്പ് മോഡലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ, ഹ്യുണ്ടായി ക്രെറ്റ ഈ വേരിയൻ്റ് ഒരു വാല്യൂ ഫോർ മണിയാണോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഈ ഒരു വാഹനം ഞങ്ങൾ സ്വന്തമാക്കിയിട്ട് ഏകദേശം 6 മാസം കഴിയുന്നു. ഏകദേശം 7000 കിലോമീറ്റർ ഓൾറെഡി ഇത് ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് റിസർച്ചിനും അനാലിസിസിനും ശേഷമാണ് ഞാൻ ഈ വാഹനം ബുക്ക് ചെയ്യുന്നത്. ഇനിഷ്യലി ഒരു 10 ലക്ഷത്തിന് താഴെയുള്ള ഒരു സബ് 4 മീറ്റർ കോമ്പാക്ട് SUV ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പ്രിഫറബിളി കിയയുടെ സോണറ്റാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ സോണറ്റിൻ്റെ അത്യാവശ്യ ഫീച്ചേഴ്സ് എല്ലാം ഉള്ള ഒരു മോഡൽ നമ്മൾ ഓൺ റോഡ് വരുമ്പോൾ ഏകദേശം 12.5 to 13 lakhs വരുന്നുണ്ടായിരുന്നു. സോ 10 ലക്ഷം എന്നുള്ള എൻ്റെ ബഡ്ജറ്റ് എനിക്കൊരു 12 lakhsലേക്ക് ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ ബഡ്ജറ്റ് സ്ട്രെച്ച് ചെയ്തപ്പോൾ എന്തുകൊണ്ട് തൊട്ട് മുകളിലുള്ള ഒരു സെഗ്മെൻറ്റിലെ വാഹനം കൂടി പരിഗണിച്ചുകൂടാ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെയാണ് ക്രെറ്റയിലേക്ക് എത്തുന്നത്. ക്രെറ്റ അല്ലാതെ കിയയുടെ സെൽറ്റോസ് എന്നൊരു മോഡലിന് കൂടെ ഞാൻ നോക്കിയിരുന്നു. വൈ ക്രെറ്റ ഓവർ സെൽറ്റോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രെറ്റയിൽ കസ്റ്റമൈസേഷൻ്റെ ഓപ്ഷൻസ് ഭയങ്കര കൂടുതലായിരുന്നു. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ബേസ് മോഡലാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാകും, അതായത് ഒത്തിരി ഫീച്ചേഴ്സിൻ്റെ അഭാവം ഈ ഒരു വാഹനത്തിനുണ്ട്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ അക്സസറീസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് റിസർച്ച് ചെയ്തായിരുന്നു. അപ്പോൾ ക്രെറ്റയുടെ അപ്ഗ്രഡേഷൻ കമ്പയർഡ് ടു സെൽറ്റോസ് അത്ര എക്സ്പെൻസീവ് അല്ല, കുറച്ചുകൂടി ചീപ്പറായിരുന്നു. അതുപോലെ തന്നെ ചില ഓപ്ഷൻസ് സെൽറ്റോസിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ക്രെറ്റയിൽ അഡീഷണൽ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. പിന്നെ സെൽറ്റോസിൻ്റെ കളർ ഓപ്ഷൻസ് ഭയങ്കര ഒരു ഡ്രോബാക്ക് ആണ്. അവർ ബേസ് മോഡലിന് വളരെ അധികം കളേഴ്സൊന്നും കൊടുക്കുന്നില്ല, ലിമിറ്റഡ് കളേഴ്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് എസ്പെഷ്യലി ബ്ലാക്ക് കളർ വേണമായിരുന്നു. അതും ഒരു കാരണമാണ് ഞാൻ ക്രെറ്റയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ക്രെറ്റയുടെ ഡിസൈനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. സോ ഫൈനലി ഞാൻ ക്രെറ്റ ഉറപ്പിച്ചു. 2020 ഡിസംബറിൽ ഞാൻ ഈ വാഹനം ബുക്ക് ചെയ്യുന്നു. എനിക്ക് ഒത്തിരി സമയം ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു, ഡെലിവറിക്ക് വേണ്ടിയിട്ട്. ഏകദേശം 7 monthsോളം ഞാൻ വെയിറ്റ് ചെയ്തു. എനിക്ക് ജൂലൈ 2021 ഈ ഒരു വാഹനം കിട്ടുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല വശങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ എപ്പോഴും ഒരു സബ്ജക്റ്റീവായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ക്രെറ്റയുടെ ഡിസൈൻ ഒരു കൺവെൻഷണൽ ബോക്സ് ടൈപ്പ് SUV ലുക്കൊന്നുമല്ല നൽകിയിരിക്കുന്നത്. ഒരു പോളറൈസ്ഡ് ഡിസൈനാണ്. യു ലൈക്ക് ഇറ്റ് ഓർ ഹേറ്റ് ഇറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. പലർക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ഇഷ്ടമായിട്ടില്ല ഇതുവരെ. എനിക്കും ഇനിഷ്യലി ഈ ഒരു വാഹനം കാണുമ്പോൾ ഇഷ്ടമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ വാഹനം കണ്ട് ഒത്തിരി വീഡിയോസിൽ കൂടെയൊക്കെ കണ്ടാണ് ഞാൻ ഈ വാഹനം ഇഷ്ടപ്പെടുന്നത്. പിന്നെ ടെസ്റ്റ് ഡ്രൈവിന് ശേഷം ഞാൻ ഉറപ്പിച്ചു ഇനി വേറൊരു വണ്ടിയില്ല. ഡിസൈൻ കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ്. ഞാനിപ്പോൾ ഒരു സിറ്റി ഡ്രൈവിലാണ്. നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. സോ റൈഡ് ആൻഡ് ഹാൻഡ്ലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ചാണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഡി കട്ട് മോഡൽ സ്റ്റിയറിംഗ് ആണ് ഹ്യുണ്ടായി ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗിൻ്റെ റെസ്പോൺസ് ആണെന്നുണ്ടെങ്കിലും കാലിബ്രേഷൻ ആണെന്നുണ്ടെങ്കിലും എക്സലൻ്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഹാൻഡ്ലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ
ഇതിൻ്റെ സസ്പെൻഷൻ ഒരു സോഫ്റ്റ് സസ്പെൻഷനാണ്. സോ അതുകൊണ്ട് തന്നെ എത്ര ദുർഘടമായ പാതയാണെന്നുണ്ടെങ്കിലും വലിയ കുലുക്കങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെ തന്നെ നമുക്ക് ഈ വാഹനം അനായാസം ഓടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പറ്റുന്നു. ഒരു 1.5 ലിറ്റർ U2 CRD എഞ്ചിനാണ് ഹ്യുണ്ടായി ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 115 PS പവറും 240 Nm ടോർക്കും നൽകുന്ന ഒരു എഞ്ചിനാണിത്. ഫോക്സ് വാഗൺ പോളോയെ പോലെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് കാറൊന്നുമല്ല ഹ്യുണ്ടായി ക്രെറ്റ. എന്നിരുന്നാലും അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമുക്ക് ഒന്ന് കാല് കൊടുത്ത് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഇതിൻ്റെ. 6 സ്പീഡ് ഗിയർ ബോക്സാണ് ഉള്ളത്. പക്ഷേ ഈ 6th ഗിയർ എവിടെ ഇട്ട് മാറും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ് എപ്പോഴും. കാരണം നമ്മുടെ റോഡ് ശരിക്കും നമുക്ക് മാക്സിമം ഒരു 4th ഗിയർ വരെയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഒത്തിരി നല്ല റോഡിലൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, ഒരു ഹൈവേയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ വളരെ അനായാസം നമുക്ക് ക്രൂസ് കൺട്രോളൊക്കെ ഓൺ ചെയ്ത് വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റിയ ഒരു വെഹിക്കിളാണ്. റിഫൈൻമെൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നോബഡി ക്യാൻ ബീറ്റ് ഹ്യുണ്ടായിസ് NVS ലെവൽ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അത്രയ്ക്ക് റിഫൈൻഡ് ആണ് ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത്. നമുക്ക് കാര്യമായ ഡൗൺ ഷിഫ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. എസ്പെഷ്യലി നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഡൗൺ ഷിഫ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു 3rd ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്താൽ തന്നെ ഈ ഒരു വാഹനം കയറി പോകുന്നുണ്ട്. കംഫർട്ടിനെ കുറിച്ച് പറയുമ്പോൾ എസ്പെഷ്യലി ഓൺ ലോങ് റൈഡ്സ്, ഞാനൊരു 1000 കിലോമീറ്റർ വൺ സ്ട്രെച്ച് ഓടിച്ച് വീട്ടിൽ വന്നിട്ട് സ്റ്റിൽ ഐ എം റെഡി ടു ഗോ ഫോർ അനദർ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റൈഡ് ക്വാളിറ്റിയും കംഫർട്ടുമാണ് സൂചിപ്പിക്കുന്നത്. കാരണം എത്ര ലോങ് ജേർണി ആണെന്നുണ്ടെങ്കിലും ഈ സീറ്റിൻ്റെ കാര്യങ്ങൾ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. വളരെ കംഫർട്ടബിളാണ്. സ്റ്റിയറിംഗ് ആണെന്നുണ്ടെങ്കിലും എൻജിൻ ആണെന്നുണ്ടെങ്കിലും സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ടൊരു റൈഡ് ഓഫർ ചെയ്യുന്ന ഒരു വെഹിക്കിളാണ് ഹ്യുണ്ടായി ക്രെറ്റ. ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 22 km/ലിറ്ററാണ് എനിക്ക് ഹൈവേയിൽ കിട്ടിയ മൈലേജ്. എന്നാൽ ഏറ്റവും കുറഞ്ഞ മൈലേജ് എനിക്കൊരു 14 കിലോമീറ്ററും കിട്ടിയിട്ടുണ്ട് സിറ്റി റൈഡിങ്ങിൽ. മൈലേജ് എപ്പോഴും നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈലിനെ ബേസ് ചെയ്തിരിക്കും. നമ്മൾ ഒത്തിരി ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഗിയർ ചേഞ്ചസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൈലേജ് നന്നായിട്ട് ഡ്രോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ വാഹനത്തിൻ്റെ കോൺസിനെ കുറിച്ച് സംസാരിക്കാം. കോൺസ് ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്. അതിലാദ്യം ഈ ഒരു വാഹനത്തിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റി എനിക്ക് ഇറ്റ്സ് നോട്ട് അപ് ടു മാർക്ക് എന്നാണ് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ ഇതൊരു ബ്ലാക്ക് കളർ ആയതുകൊണ്ടാവും നമ്മൾ ഇടുങ്ങിയ റോഡ്സിൽ കൂടെ പോകുന്ന സമയത്ത് ഈ ചെറിയ ചെറിയ ചെടിയൊക്കെ തട്ടിയിട്ട് ഇത് നല്ല രീതിയിൽ സ്ക്രാച്ചസ് വരുന്നുണ്ട്. പെയിൻറ്റിൻ്റെ ഫിനിഷിങ് അത്ര പോരാ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പെയിൻറ്റിൻ്റെ തിക്നെസ്, നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും തട്ടിയാൽ തന്നെ നല്ല രീതിയിൽ പെയിൻറ്റ് ഇളകി വരുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ അടുത്ത പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡ് ലാമ്പാണ്. ഹ്യുണ്ടായി ഈ ഒരു ബേസ് മോഡൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റഡ് ടൈപ്പ് ഹാലജൻ ഹെഡ് ലാമ്പാണ്. അപ്പോൾ അതിന് നമ്മൾ നൈറ്റ് ഡ്രൈവിൽ ഒത്തിരി ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബ്രൈറ്റ് ഇട്ട് പോയാൽ തന്നെ അധികം നമുക്ക് റോഡ് വിസിബിലിറ്റി ഭയങ്കരമായിട്ട് കുറവായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു വാഹനത്തിലെ ഹെഡ് ലാമ്പ് ഇനിഷ്യലി. സോ ഞാനത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. പിന്നെ ഈ വാഹനത്തിന് ബേസ് മോഡലിൻ്റെ ആയിട്ടുള്ള കുറേ ഡ്രോബാക്സ് ഉണ്ട്. അതായത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നില്ല, ഡീഫോഗർ വരുന്നില്ല. നമ്മൾ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻസ് പോയ സമയത്തുള്ളൊരു ഫോട്ടോ ഇപ്പോൾ കാണിക്കാം. കാരണം സ്റ്റിയറിംഗ് കണ്ടാൽ തന്നെ ഭയങ്കര ഒരു നേക്കഡ് ഫീലിംഗ് ആണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നില്ല, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇല്ല. ബേസ് മോഡൽ ആയതുകൊണ്ടുള്ള ഡ്രോബാക്സ് ഉണ്ട്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ആക്സസറീസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. ഈ ഒരു വാഹനം ആദ്യം കാണുമ്പോൾ എല്ലാവരും നോട്ടീസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഗ്രില്ലാണ്. ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിനൊരു സിൽവർ കളറിലുള്ള ഗ്രില്ലായിരുന്നു ആദ്യം വന്നിരുന്നത്. യൂഷ്വലി എല്ലാവരും ചെയ്യുന്നത് ടോപ്പ് മോഡലിൻ്റെ ഗ്രില്ല്, അതായത് 10,800 rupees ഉള്ള ഒരു ഗ്രില്ലാണ്. അത് ഫുൾ ക്രോം ഗ്രില്ലാണ് വരുന്നത്. എല്ലാവരും അതാണ് റീപ്ലേസ് ചെയ്യുന്നത്. പക്ഷേ ഞാനൊരു ക്രോം ലവറല്ല. അതുമല്ല, നമ്മുടെ ഈ ഒരു ബ്ലാക്ക് കളറിൽ ക്രോം വരുന്ന സമയത്ത് വല്ലാതെ അങ്ങ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഞാൻ ചെയ്തത് ഈ ഒരു ഗ്രില്ലിനെ കളർ ചേഞ്ച് ചെയ്തിട്ട് ബ്ലാക്ക് ആക്കി മാറ്റി. പിന്നെ പെയിൻറ്റ് ജോബ് എന്ന് പറയുന്നത് ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റ്സ്. ഇത് ബേസ് മോഡൽ ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത്. EX മുതലാണ് ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ സിൽവർ കളറിലെ സ്കിഡ് പ്ലേറ്റ് ഹ്യുണ്ടായി കൊടുക്കുന്നത്. സോ ഞങ്ങളതിനെ കളർ ചേഞ്ച് ചെയ്ത് സിൽവർ കളറാക്കി. ഇതുപോലെ തന്നെ ബാക്ക് സൈഡിലെ സ്കിഡ് പ്ലേറ്റും സൈഡ് സ്കിഡ് പ്ലേറ്റും എല്ലാം നമ്മൾ സിൽവർ കളറാക്കിയിട്ടുണ്ട്. അതിൻ്റെ കോസ്റ്റ് വന്നിട്ട് ഏകദേശം 6,000 rupees ആണ്. നിങ്ങൾ ഓർക്കണം, നമ്മൾ ഷോറൂമിൽ ചെന്നിട്ടാണ് നമ്മളൊരു സ്കിഡ് പ്ലേറ്റ് യൂണിറ്റ് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് തന്നെ ഏകദേശം ഒരു 6,500-7,000 rupees അവർ ചാർജ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു പെയിൻറ്റ് ജോബ് ഞങ്ങൾക്ക് ഏകദേശം ഈ ഫ്രണ്ട് ഗ്രിൽ ഉൾപ്പെടെ ഏകദേശം ഒരു 8,000 rupees വന്നിട്ടുള്ളൂ. ഇതിൽ നമ്മളൊരു
ഫോഗ് ലാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫോഗ് ലാമ്പും ഇൻഡിക്കേറ്ററും വരുന്ന ഒരു യൂണിറ്റാണ് ശരിക്കും. പിന്നെ ഒരു എയർ സ്കൂപ്പും വരുന്നുണ്ട്. ഈ ഒരു യൂണിറ്റായിട്ട് നമ്മളിത് ചേഞ്ച് ചെയ്തു. ഇത് ശരിക്കും ഷോറൂമിൽ നിന്ന് തന്നെയാണ് ചെയ്തത്. ഫോഗ് ലാമ്പിൻ്റെ കോസ്റ്റ് അറൗണ്ട് ഒരു 4000 റുപ്പീസാണ് പേ ചെയ്തത്. ശരിക്കും അത്രയും ഇല്ല, ഏകദേശം ഒരു 2500 നമുക്ക് കിട്ടുന്നതാണ്. ഹെഡ്ലൈറ്റ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഒരു പ്രൊജക്ടർ സെറ്റപ്പാണ് ഹിണ്ടായി തന്നിരിക്കുന്നത്. ഒരു ഹാലജൻ ആണ്. നമുക്ക് നൈറ്റ് ഡ്രൈവിൽ ഒത്തിരി ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ ഞാനതിൽ ചെയ്തത് ഹ്യുണ്ടായിയുടെ തന്നെ ജെനുവിൻ LED ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തു. സോ ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു വിസിബിലിറ്റി ഉണ്ട്. പക്ഷേ LED ആയതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഈ പ്രൊജക്ടർ സെറ്റപ്പിൽ ഒരിക്കലും LED ആരും സജസ്റ്റ് ചെയ്യത്തില്ല. ഈ ഒരു LED ലൈറ്റിന് ഡിം ബ്രൈറ്റ് അങ്ങനെയൊന്നുമില്ല. ശരിക്കും ഒരു ഷട്ടറാണ് ഈ ഒരു പ്രൊജക്ടർ ടൈപ്പ് ഹെഡ് ലാമ്പിൽ വരുന്നത്. സോ നമ്മൾ ഡിം ചെയ്താലും ബ്രൈറ്റ് ചെയ്താലും സെയിം ഇൻറ്റൻസിറ്റി ലൈറ്റ് തന്നെയാണ് നമ്മുടെ ഓപ്പോസിറ്റ് ഡ്രൈവറിന് പോകുന്നത്. അങ്ങനെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. മഴയത്ത് ഓടിക്കുന്ന സമയത്ത്, എസ്പെഷ്യലി രാത്രി സമയങ്ങളിൽ, പിന്നെ മഞ്ഞുള്ള സമയത്ത്, അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഈ LED ലൈറ്റ്സിൻ്റെ ലൈറ്റ് ശരിക്കും സ്കാറ്റേഡ് ആയി പോകും. അപ്പോൾ നമുക്ക് കറക്റ്റ് റോഡിൽ ഫോക്കസ് കിട്ടത്തില്ല. സോ അങ്ങനെ ഒരു ഇഷ്യൂ LED ഹെഡ് ലാമ്പിനുണ്ട്. എസ്പെഷ്യലി അതൊരു പ്രൊജക്ടർ സെറ്റപ്പിൽ വരുമ്പോൾ ആ ഒരു ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യും. സോ അതിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊജക്ടർ ടൈപ്പിൽ നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് HID കിറ്റാണ്. സോ ഞാൻ HID കിറ്റ് ഇനിഷ്യലി നോക്കിയതായിരുന്നു. പക്ഷേ അതൊരു ശരിക്കും ഒരു കിറ്റായിട്ടാണ് നമ്മളിതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തൊരു ഹോൾ ഇടേണ്ടതായിട്ടുണ്ട്. സോ എനിക്ക് അത് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. രണ്ടാമത്തെ പ്രശ്നം HID ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇനിഷ്യലി അത് കത്തി വരാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഡിലേ ഉണ്ട്. അപ്പം നമ്മളൊരു പാസ് ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. സോ അതും ഒരു കാരണമാണ് ഞാൻ എന്തുകൊണ്ടാണ് HIDയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാത്തത് എന്നുള്ളത്. സോ ഈ ഒരു LED ലൈറ്റിൻ്റെ കോസ്റ്റ് വരുന്നത് ഏകദേശം 5500 റുപ്പീസാണ്. ഹ്യുണ്ടായി ജെനുവിനാണ്. 6000 കെൽവിനാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വൈറ്റ് ലൈറ്റാണ്. നമ്മളെപ്പോഴും LED ചൂസ് ചെയ്യുമ്പോൾ ഒരു 4200 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം വരത്തില്ല. നമ്മൾ വൈറ്റ് ബാലൻസ് കൂടുന്ന സമയത്താണ് കൂടുതൽ റോഡിലെ വിസിബിലിറ്റി ഇഷ്യൂസ് നമുക്ക് വരുന്നത്. കാരണം നമുക്ക് ഇഷ്യൂ വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ഡ്രൈവറിന് അത് ഭയങ്കര അരോചകമായിട്ട് തോന്നിയേക്കാം. 2021 ജൂൺ മുതലുള്ള ക്രെട്ട വേരിയൻറ്റ് വാഹനങ്ങൾക്ക് മാനുവൽ മിറേഴ്സും സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ഫെൻഡേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത്രയും വലിയൊരു വാഹനത്തിൽ മാനുവൽ മിറേഴ്സ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. സോ ഞങ്ങൾ ഈ വാഹനത്തിൽ ഓട്ടോ ഫോൾഡബിൾ മിറർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട് ഏകദേശം 16000 രൂപയാണ്. എക്സ്റ്റീരിയറിലെ അടുത്ത മാറ്റം എന്ന് പറയുന്നത് അലോയ് വീൽസ് ആണ്. ഒരു 16 ഇഞ്ച് സ്റ്റീൽ റിമാണ് ഈ വേരിയൻറ്റിന് വരുന്നത്. ഞങ്ങളതിനെ റീപ്ലേസ് ചെയ്തിട്ട് SX വേരിയൻറ്റിൽ വരുന്ന അലോയ് വീൽസാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. കൂടാതെ 17 ഇഞ്ച് അപ്പോളോ അപ്തേര HP എന്ന ടയേഴ്സും അപ്സൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 20000 രൂപയ്ക്ക് പോപ്പുലർ ഹ്യുണ്ടായി മൂവാറ്റുപുഴയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ അലോയ് വീൽസ് കിട്ടുന്നത്. കൂടാതെ ഞങ്ങളുടെ ടയേഴ്സ് ബൈബാക്ക് ചെയ്തിട്ടാണ് ഈ 17 ഇഞ്ച് ടയേഴ്സ് ഞങ്ങൾ മേടിച്ചത്. ടയേഴ്സ് ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഏകദേശം 16000 രൂപ ചിലവായി. കൂടാതെ നിങ്ങൾക്ക് ഈ വാഹനത്തിൽ ഒരു റൂഫ് റെയിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇതിനൊരു 2900 രൂപയാണ്. CLE എന്നൊരു കമ്പനിയുടേതാണ് ഈ റൂഫ് റെയിൽ. ഈ വേരിയൻറ്റിൽ ഒരു നോർമൽ ടൈപ്പ് ആൻറ്റിനയാണ് വരുന്നത്. ഞങ്ങളതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഷാർക്ക് ഫിൻ ആൻറ്റിന ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട് 2000 രൂപയാണ്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലെ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഒരു നേക്കഡ് ടൈപ്പ് അല്ല ഇപ്പോഴ്. ഒത്തിരി കോസ്മെറ്റിക് ചേഞ്ചസും ഫങ്ഷണൽ ചേഞ്ചസും ഞങ്ങൾ ഇതിൽ വരുത്തിയിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ യൂണിറ്റും ക്രൂസ് കൺട്രോൾ യൂണിറ്റും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഫങ്ഷനിലാണ്. സ്റ്റിയറിംഗ് വീൽ കൺട്രോളിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 3500 രൂപയാണ്. ക്രൂസ് കൺട്രോളിന് ഞങ്ങൾക്ക് ഏകദേശം 2000 രൂപയാണ് ചിലവഴിക്കുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ക്രൂസ് കൺട്രോളിൻ്റെ വർക്കിംഗ് ആണ്. നമ്മുടെ റോഡ് കണ്ടീഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് എ ഗുഡ് ടു ഹാവ് ഫീച്ചർ. ഇൻറ്റീരിയറിൽ അടുത്ത അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ബ്ലോപ്പ് ആൻഡ് കീലാഗോ എന്നാണ് ഇതിൻ്റെ പേര്. 16 GB സ്റ്റോറേജും 2 GB മെമ്മറിയുമുള്ള ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണിത്. ബ്ലൂടൂത്ത്, വൈഫൈ തുടങ്ങിയ കണക്ടിവിറ്റി ഫീച്ചേഴ്സും ആൻഡ്രോയിഡ് ഓട്ടോയും ഇതിൽ അവൈലബിൾ ആണ്. ഈ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കോസ്റ്റ് വന്നിട്ട് 30000 രൂപയാണ്. ഈ വാഹനത്തിൽ സ്പീക്കേഴ്സ് ഇൻബിൽറ്റായി വരുന്നില്ല. ഞങ്ങളിതിൽ ഇൻഫിനിറ്റി റെഫറൻസ് കോആക്സിൽസും കംപ്രൻസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഡോർ ഡാമ്പിങ്ങും ചെയ്തിട്ടുണ്ട്. വൈബ്രോ ഫിൽറ്റർ ഗോൾഡ് സീരീസിൻ്റെ 2 mm ഡാമ്പിംഗ് ഷീറ്റ്സാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. സ്പീക്കേഴ്സിൻ്റെ കോസ്റ്റ് വന്നിട്ട് 10000 രൂപയാണ്. ഡാമ്പിങ്ങിന് ഞങ്ങൾക്ക് 9000 രൂപ ചിലവായി. ഡാമ്പിങ്ങിന് ശേഷം സൗണ്ട് ക്വാളിറ്റിയിൽ കാര്യമായ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഈ വാഹനത്തിൽ ഫ്രണ്ട് റൂഫ് ലൈറ്റ്സ് വരുന്നില്ല. സോ ഞങ്ങളൊരു സൺഗ്ലാസ് ഹോൾഡർ വിത്ത് റൂഫ് ലൈറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് വന്നിട്ട് 4000 റുപ്പീസാണ്. 70 മാറ്റ്സ് ഞങ്ങൾക്ക് 2800 രൂപയ്ക്കാണ് കിട്ടിയത്.
ഞങ്ങൾ ചെയ്ത എല്ലാ ആക്സസറീസിൻ്റെയും പ്രൈസ് ലിസ്റ്റ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. മെയിൻ്റനൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. സെക്കൻഡ് സർവീസ് ഏകദേശം 10,000 കിലോമീറ്റേഴ്സിലാണ് വരുന്നത്. ഇതിപ്പോൾ ഒരു 7,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. സോ അതിനൊരു സെക്കൻഡ് സർവീസിൻ്റെ കോസ്റ്റ് വരുമ്പോൾ ഏകദേശം ഒരു 4.5 to 5,000 റുപ്പീസാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സെക്കൻഡ് സർവീസ് വരുമ്പോൾ ഒരു 6,000 7,000 റേഞ്ചിൽ വരും. സോ നമുക്ക് എല്ലാ ഡേറ്റയും ഹ്യുണ്ടായിയുടെ ഒരു ആപ്പിൽ നമുക്ക് കിട്ടുന്നതാണ്. സോ നമുക്ക് ഇയർലി എത്രയാണ് മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നത്, നമ്മൾ എത്ര പ്രാവശ്യം സർവീസ് സെൻറ്ററിൽ പോയിട്ടുണ്ട്, എന്തൊക്കെ റിപ്പയേഴ്സാണ് ചെയ്തിട്ടുള്ളത്. സോ എൻറ്റയർ ഹിസ്റ്ററി നമുക്ക് ഈ ആപ്പ് ത്രൂ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ വ്യൂവേഴ്സിന് കുറച്ച് ഉപയോഗപ്രദമായ കാര്യങ്ങളാണ്. നമുക്ക് ഒരു ബേസ് മോഡൽ വാഹനത്തെ ടോപ്പ് മോഡലായി കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടെർമിനോളജിയാണ് ബേസ് ടോപ്പ് മോഡൽ കൺവേർഷൻ എന്ന് പറയുന്നത്. ശരിക്കും വാഹന ആക്സസറീസ് ചെയ്യുന്ന ഷോപ്പുകളും അവരുടെ അനുബന്ധ ചാനലുകളുമാണ് ഇങ്ങനെയുള്ള വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുന്നത്. ശരിക്കും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഒരു വാഹനത്തിൻ്റെ മാർക്കറ്റ് വാല്യൂവിനെ കുറിച്ച് സംസാരിച്ച് തന്നെ നമുക്കിതിൻ്റെ ആൻസർ കിട്ടുന്നതാണ്. ഉദാഹരണത്തിന്, നമ്മളൊരു വാഹനം ലക്ഷങ്ങൾ മുടക്കി ആക്സസറൈസ് ചെയ്യുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആ വാഹനം വിൽക്കുകയാണെന്ന് വയ്ക്കുക. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലെത്തുമ്പോൾ ആദ്യം എല്ലാവരും ചെക്ക് ചെയ്യുന്നത് ആ ഒരു വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ്. അതിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കും അതൊരു ബേസ് മോഡലാണെന്നുള്ള കാര്യം. സോ ആ ഒരു വാഹനത്തിൻ്റെ വാല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ബേസ് മോഡലിൻ്റെ ആയിരിക്കും. സോ അത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വാഹനം വിൽക്കുന്ന സമയത്ത് നമുക്ക് വലിയ ബെനിഫിറ്റ് കിട്ടുന്നില്ല. സോ നമ്മൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലെത്തുമ്പോൾ ശരിക്കും അതൊരു ബേസ് മോഡൽ മാത്രമാണെന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസിൻ്റെ ഡ്യൂറബിലിറ്റിയാണ്. ഒരു ഹയർ വേരിയൻറ്റിൽ ഡീഫോൾട്ടായി വരുന്ന ഫീച്ചേഴ്സിൻ്റെ ഡ്യൂറബിലിറ്റിയും റിലയബിലിറ്റിയും ഒരിക്കലും നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യുന്ന ആക്സസറീസിന് കിട്ടണമെന്നില്ല. ഇലക്ട്രോണിക് ആക്സസറീസ് അല്ലെന്നുണ്ടെങ്കിൽ മോഡിഫിക്കേഷൻ പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ വാറണ്ടി വോയിഡാവുമെന്ന് ചില ഡീലേഴ്സ് പറയാറുണ്ട്. എന്നാൽ ഇതിന് രണ്ട് വശങ്ങളുണ്ട്. നിങ്ങൾ അങ്ങനെ പുറത്തുനിന്ന് ഒരു ആക്സസറി ചെയ്തിട്ട് ഫ്യൂച്ചറിൽ ഒരു ഇഷ്യൂ ഉണ്ടായി, ആ ഒരു ഇഷ്യൂ ആ ഒരു പർട്ടിക്കുലർ ആക്സസറി കൊണ്ടാണ് ഉണ്ടായത് എന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാറണ്ടി വോയിഡ് ആയേക്കാം. അല്ലാത്ത പക്ഷം ഒരിക്കലും നിങ്ങളുടെ വാഹനത്തിൻ്റെ വാറണ്ടി വോയിഡ് ആവത്തില്ല. ഇനി നമുക്ക് വേറൊരു ഇൻസ്റ്റൻസ് കൂടി എടുക്കാം. അൺഫോർച്ചുനേറ്റ്ലി ഒരു ഫയർ ബ്ലാസ്റ്റ് വന്നിട്ട് വാഹനം കത്തിപ്പോകുന്ന ഒരവസ്ഥ വന്നു എന്നിരിക്കട്ടെ. ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ സമയത്ത് ഇൻഷുറൻസ് കമ്പനീസ് വിൽ ഫൈൻഡ് റീസൺസ് ടു റിജക്റ്റ് യുവർ ക്ലെയിംസ്. സോ അങ്ങനൊരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വാഹനത്തിൽ നിന്ന് ഇലക്ട്രോണിക് മോഡിഫിക്കേഷൻസ് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസിന് നിങ്ങളുടെ ക്ലെയിം റിജക്റ്റ് ചെയ്യാം. സോ ഇഫ് യു ആർ റിയലി ലുക്കിംഗ് ഫോർ പീസ് ഓഫ് മൈൻഡ്, ഒരു ബേസ് മോഡൽ വാഹനത്തിൽ ലക്ഷങ്ങൾ മുടക്കി ഇലക്ട്രോണിക് ആക്സസറീസും മോഡിഫിക്കേഷൻസും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ശരിയാണ്, നല്ലൊരു പ്രൈസ് ഡിഫറൻസ് ഒരു ബേസ് വേരിയൻറ്റും ടോപ്പ് വേരിയൻറ്റായിട്ടും ഉണ്ട്. നിങ്ങൾക്ക് കുറച്ച് ആക്സസറീസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് വേരിയൻറ്റ് ലുക്ക് പോലെയൊക്കെ ആക്കാമെങ്കിലും കംപ്ലീറ്റ് ആയിട്ടൊരു ടോപ്പ് വേരിയൻറ്റ് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക. ഹ്യുണ്ടായി ക്രെറ്റ ഈ വേരിയൻറ്റ് വാല്യൂ ഫോർ മണിയാണോ? 2020 ഹ്യുണ്ടായി ക്രെറ്റ ഈ ഡീസൽ വേരിയൻറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 11,80,000 രൂപയായിരുന്നു. എന്നാൽ ഇന്ന് ഏകദേശം 80,000 രൂപ കൂടിയിട്ട് 12,64,000 രൂപ ആയിട്ടുണ്ട്. മാത്രമല്ല ഏകദേശം 5 ഫീച്ചേഴ്സോളം ഈ വാഹനത്തിൽ നിന്ന് എടുത്തു കളയുകയും ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഒരിക്കലും ഹ്യുണ്ടായി ക്രെറ്റ ഈ വേരിയൻറ്റ് വാല്യൂ ഫോർ മണി അല്ല. ഹ്യുണ്ടായി ക്രെറ്റയും സെൽറ്റോസും പോലെ ഒരു മിഡ് സൈസ് SUV ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഈ വേരിയൻറ്റ് സജസ്റ്റ് ചെയ്യത്തില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ SX വേരിയൻ്റ് എങ്കിലും എടുക്കണം. കാരണം ഒരു മിഡ് സൈസ് SUV ബജറ്റുള്ള ഒരാൾക്ക് ആ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹയർ വേരിയൻറ്റ് തന്നെ എടുക്കണം. എന്നാൽ നിങ്ങൾക്കൊരു സബ് 4 മീറ്റർ കാറ്റഗറിയിലുള്ള ഒരു വാഹനത്തിൻ്റെ ബജറ്റേ ഉള്ളൂ, പക്ഷേ നിങ്ങൾക്ക് സ്പേസ് ഒരു കൺസേൺ ആണ്, കുറച്ചുകൂടെ ഡ്രൈവബിൾ ആയിട്ടുള്ളൊരു വെഹിക്കിളാണ് നിങ്ങൾ നോക്കുന്നത്, ഫീച്ചേഴ്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് മാത്രമേ ഞങ്ങൾ ഈ ഒരു വേരിയൻറ്റ് സജസ്റ്റ് ചെയ്യത്തുള്ളൂ. AR Pro Maxൻ്റെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. So till we meet next time, this is Arun signing off. Take care, ride safe, bye.